Hello friends, Namaste, Assalamu alaikum, Sat Shri Akal. Welcome to my YouTube channel and I hope you guys are doing absolutely fine. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ടി വി എസ് വിക്ടറിൻ്റെ ക്ലച്ച് ലിവർ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലച്ച് ലിവർ പൊട്ടിയിരിക്കുകയാണ്. ഞാനത് സ്ട്രിങ് ഉപയോഗിച്ച് ടൈ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കത് മാറ്റേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫുൾ സെറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യമേ ഈ നട്ട് ലൂസ് ചെയ്യുക, ആ കാണുന്ന നട്ട് ലൂസ് ചെയ്യുക. അതിന് ആ മീറ്റർ അസംബ്ലി റിമൂവ് ചെയ്യുക. പിന്നെ നമ്മളെ ഹാൻഡിൽ ഗ്രിപ്പ് റിമൂവ് ചെയ്യുക. അത് നമുക്ക് ഈ സ്ക്രൂ ഓപ്പൺ ചെയ്യാം. ഇതേപോലെ സ്ക്രൂ എൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അത് നമുക്ക് ഇളക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് ഇളക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണത്. അത്രയ്ക്ക് പാടുള്ളതൊന്നുമല്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ ആ സ്ക്രൂ ലൂസും ചെയ്യുകയാണ്. അപ്പോൾ അത് ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുമ്പോൾ വെള്ളമൊക്കെ നനഞ്ഞിട്ട് റസ്റ്റായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് നട്ട് ലൂസ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു സ്ക്രൂ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന സ്ക്രൂ ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. നമ്മൾ സ്ക്രൂ റിമൂവ് ചെയ്തെടുക്കുക. നമുക്ക് എന്തെങ്കിലും പെനിട്രേറ്റിംഗ് സ്പ്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇച്ചിരിയെങ്കിലും എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കയ്യിലുള്ളവർ നേരത്തെ അപ്ലൈ ചെയ്ത് വെക്കുക, സ്പ്രേ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സ്ക്രൂ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ ഗ്രിപ്പ് മാറ്റാം. നമ്മൾ ഹാൻഡിൽ ഗ്രിപ്പും ഫുള്ളായിട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് നമുക്ക് അസംബ്ലി ഓപ്പൺ ചെയ്യാം. അതിങ്ങനെ 2 സൈഡായിട്ട് ഓപ്പൺ ആയി വരുന്നതിനെ കണ്ടോ. അപ്പോൾ 2 സൈഡ് ഓപ്പൺ ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക, താഴോട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് അതിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഗ്ലാസ് റിമൂവ് ചെയ്യുന്നത്. നമുക്കൊരു പ്ലയർ ഉപയോഗിച്ച് നമ്മൾ കെട്ടി വെച്ചേക്കുന്നതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇത് എല്ലാ ബൈക്കുകളും അങ്ങനെയില്ല. എൻ്റെ ബൈക്കിൻ്റെ ക്ലച്ച് പൊട്ടിപ്പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചത്. എല്ലാവർക്കും വന്നാൽ ലിവറിൻ്റെ ആണ് പൊട്ടിപ്പോകുന്നത്. പക്ഷേ എനിക്ക് പൊട്ടിയത് ഫുൾ സെറ്റിൻ്റെ അതാണ് പൊട്ടിപ്പോയത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് പൊട്ടിപ്പോയതെന്ന്. ഓക്കെ, നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അതിന് അടിഭാഗത്തുള്ള ആ പ്ലേറ്റാണ് പൊട്ടിപ്പോയത്. അതാണ് പൊട്ടിപ്പോയത്. അപ്പോൾ അത് പൊട്ടിപ്പോയാലാണ് അത് ഫിറ്റായി ഇരിക്കാത്തത്. അപ്പോൾ എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. നമുക്ക് ആ സ്ക്രൂ റിമൂവ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ താഴത്തെ ക്ലച്ചിൻ്റെ കേബിൾ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാർബറേറ്ററിൻ്റെ സൈഡിലുള്ള ക്ലച്ചിൻ്റെ കേബിൾ ലൂസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്ട്രെച്ചായി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ലൂസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പറ്റത്തുള്ളൂ. കൈകൊണ്ട് ലൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ക്ലിപ്പ് ഒന്ന് വിട്ടു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ലിവർ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക.
നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് വിട്ട് പോരും അത്. കണ്ടോ, നമുക്ക് വിട്ടു പോന്നിട്ടുണ്ട്. ആ എൻഡ് വന്ന് അവിടെ ഒരു സ്ലോട്ടിൽ വീടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് പതുക്കെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് പോരും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പുതിയ ലിവർ സെറ്റ് ഫിറ്റ് ചെയ്യാം. ഇതുപോലെയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ലിവർ എങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ മേടിച്ച പുതിയ ലിവറാണ്. 130 രൂപയാണ് തോന്നുന്നു എൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ പഴയ നട്ട് ഇതിന് സൂട്ട് ആവത്തില്ല, എൻ്റെ ഹോള് ചെറുതാണ്. അപ്പോൾ ഞാൻ പുതിയ നട്ടാണ് മേടിച്ചേക്കുന്നത്. ഇത് നട്ടിൻ്റെ ഞാൻ സ്പെയർ സെപ്പറേറ്റ് മേടിച്ചതാണ്. അത് 10 രൂപയാണ് നട്ടിൻ്റെ പ്രൈസ് പറയുന്നത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ബാക്ക് സൈഡിലൊരു സ്പ്രിങ് വാഷറും അതിൻ്റെ നട്ടും വരുന്നുണ്ട്. നമുക്കതിൻ്റെ സ്പ്രിങ് വാഷർ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പ്രിങ് വാഷർ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് നട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ഹാൻഡിൽ ബാറിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഹാൻഡിൽ ബാറിൽ ഫിറ്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ കേബിൾ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ആ കേബിളിൻ്റെ ആ എൻഡ് നമുക്ക് കാണുന്ന ആ എൻഡ് ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ചെറിയ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിനകത്തൂടെ സ്ലൈഡ് ചെയ്ത് ആ ബ്രോഡൻ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കട്ടിങ്സിലൂടെ ആ ബ്രോഡൻ സ്ട്രിപ്പ് ചെയ്തകത്ത് കയറ്റുക. ഓക്കെ, നമ്മൾ കേബിൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അസംബ്ലി ഫിറ്റ് ചെയ്യും. അതിൽ നമ്മൾ ഹോൺ, ഇൻഡിക്കേറ്റർ, ലൈറ്റിൻ്റെ, ചോക്കിൻ്റെ ഒക്കെ വരുന്ന ആ അസംബ്ലി ഫിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് 2 സ്ക്രൂ ഉണ്ട്. അതിൽ നീളം കുറഞ്ഞ സ്ക്രൂ ആണ് ഫ്രണ്ടിലും, നീളം കൂടിയത് ബാക്കിലുമാണ്. തിരിച്ചാരും ഇടരുത്. തിരിച്ചിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തിരിച്ചിടുന്നത് ചെറിയ സ്ക്രൂ ഫ്രണ്ടിലാണ്, വലുത് ബാക്ക് സൈഡിലാണ് ഇടേണ്ടത്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ഇതൊരു സിമ്പിൾ വർക്കാണ്. അതിൽ വലിയ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ഒരു സ്ക്രൂ ഡ്രൈവറും 10ൻ്റെ സ്പാനറും മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ടാവും. ഞാൻ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബുള്ളറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് കണ്ടവർക്കറിയാം. ആ ബുള്ളറ്റിൻ്റെ ഓണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം പുള്ളി ഒരു സാധനം എനിക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് ഞാൻ വരുന്ന വീഡിയോകളിൽ ഞാനത് പറയാം. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരാൾ ഒരു കാര്യമല്ല ഒരു സാധനം സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഞാനത് വരുന്ന വീഡിയോയിൽ എന്താണെന്ന് സർപ്രൈസ് പൊട്ടിക്കാം. അപ്പം അതങ്ങനെ സർപ്രൈസായിട്ട് തന്നെ ഇരുന്നോട്ടെ.
പറ്റുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പുള്ളി ലൈവായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇച്ചിരി തിരക്കുള്ളതാ. പുള്ളിയുടെ തിരക്കൊക്കെ മാറിയിട്ട് കിട്ടുവാണെങ്കിൽ ഞാനത് ലൈവായിട്ട് പുള്ളിയെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നമ്മൾ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്തു, നമ്മൾ ഹാൻഡിൽ ഗ്രിപ്പ് ഫിറ്റ് ചെയ്തു, കിറ്റ് അസംബ്ലി ഫിറ്റ് ചെയ്തു. ഇറ്റ്സ് എ വെരി സിമ്പിൾ വർക്ക്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വീട്ടിൽ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ വർക്കാണ്. നമുക്ക് വീട്ടിലുള്ള 2 ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ വർക്കാണ്. ഈ റിമൈനിങ് പാർട്ട് ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് താഴത്തെ ലൂസ് ചെയ്ത ക്ലച്ചിൻ്റെ കേബിൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് ഹാഫ് ക്ലച്ചാണ്, ചിലർക്ക് ഫുൾ ക്ലച്ചാണ് വേണ്ടത്. അപ്പം അവരുടെ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മിറർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചിലർക്ക് ഹാഫ് ക്ലച്ചാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ട്രാഫിക്കിലൊക്കെ അത് ഉപയോഗിക്കുന്ന ആൾക്ക്. ചില ബൈക്കുകളിൽ ഞാൻ ഫുൾ ക്ലച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതാണ് കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നുണ്ട്. ചില ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി ഹാഫ് ക്ലച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആ ക്ലച്ച് കേബിൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തത് ആ സ്ലോട്ടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലച്ച് ടൈറ്റ് ചെയ്യാം. ഇതും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുവാണെങ്കിൽ പുതിയ വീഡിയോസ് നമുക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, നമ്മളപ്പം ഈ ക്ലച്ച് കേബിൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സർപ്രൈസോടെ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ നമ്മൾ ക്ലച്ച് ലിവർ പെർഫെക്റ്റ്ലി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നമ്മൾ എന്താണോ വീഡിയോയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആസ് ഓൾവേസ്, Shukriya, Salam Alaikum, Assalama, take care and do whatever good to others. See you friends, see you in next video. Until then, bye bye.